ജസ്ല മാടശ്ശേരിയുടെ ടൈം ലൈനിൽ കണ്ട ഒരു പോസ്റ്റാണ് ഹഠാത ആകർഷിച്ചു എന്നെ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്ലയ്ക്ക് അത് കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് പല ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് സാരമില്ല. പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും നാഷണാലിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോഴും സംസാരിക്കാൻ അറിയാത്തവൻ നത്തിങ്. ഓക്കെ, നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പുള്ളിക്കാരത്തിക്ക് ഒരു പോസ്റ്റില് പുള്ളിക്കാരത്തി മെൻഷൻ ചെയ്ത് ജസ്ല മാടശ്ശേരിയുടെയാണ്. അവരെന്തോ ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പം നടക്കുന്ന പാലാ ബിഷപ്പിന്റെ പറമ്പിൽ കണ്ട നമ്മുടെ ലിംഗം, ശിവന്റെ ലിംഗത്തിനെ പറ്റി ആണ് ചർച്ച. വരട്ടെ. ലക്ഷ്മി കണത്ത് വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിന്റെ പുരയിടത്തിൽ ഒരു ശിവലിംഗം കണ്ടുകിട്ടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ജസ്ല മാടശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഓരോ ഭാരതീയരും ഇത് അറിയേണ്ടതാണ്. അറിഞ്ഞാൽ മാത്രം പോരാ, പ്രതികരിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ഭാരതീയരും പ്രതികരിക്കണമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ഭാരതീയരായിട്ടുള്ളവരെല്ലാവരും പ്രതികരിക്കണം. ഞാൻ ഇന്ത്യക്കാരിയാണ്, ഈ ഭാരതമൊക്കെ ഇവരുടേതാണ്. ഇന്ത്യക്കാരിക്ക് പ്രതികരിക്കാമില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പ്രതികരിക്കാൻ തീരുമാനം. ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പ്രതികരിക്കണം. പറ ലക്ഷ്മി ചേച്ചി. സ്വന്തം ലിംഗം പോലും സ്വന്തമായി സൂക്ഷിച്ചുകൊണ്ട് നടക്കാതെ അവിടെയും ഇവിടെയും കൊണ്ടുകളയാൻ നാണമില്ലേ ഇങ്ങേർക്ക്? ദൈവമായി പോയി അല്ലെങ്കിൽ വല്ലവും പറയാമായിരുന്നു. സ്വന്തം പുരയിടം കുഴിക്കാൻ വരെ പേടിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഇതിനും മാത്രം ലിംഗം ഇങ്ങേർക്കിത് എവിടുന്ന്? ഇനി ജസ്ല മാടശ്ശേരി അറിയാൻ സ്വന്തം പേരിന്റെയും പൈതൃകത്തിന്റെയും അവിടെ ഈ ജസ്ല ഈ പറഞ്ഞത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ വലിയ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. നിന്റെ അടുത്ത് ആരടി വെച്ചേ പറഞ്ഞത് ഇങ്ങനെ കൊണ്ട് കളഞ്ഞാണെന്ന്? അപ്പൊ നിനക്ക് കഥ അറിയത്തില്ല. നിനക്ക് കഥ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നിനക്ക് അതിനകത്ത് മനസ്സിലാവില്ലെന്ന് അറിയത്തില്ല. ഒരു പുരാണം വായിച്ചിരുന്നു. നമ്മുടെ ലിബിയേരി പോസ്റ്റ് ചെയ്ത ഒരു പുരാണമാണ് എടുത്തുകൊണ്ട് ഒന്ന് വായിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളത് ഡയറക്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ തലയിലോട്ട് പാഞ്ഞടിച്ച് കയറി കൊടുക്കും. ലിബിയേരിക്ക് പിന്നെ കട്സുള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ എഴുതിയിടാൻ പറ്റും. എനിക്ക് പേടിയാണ്, കാരണം ഒന്നിനു മുമ്പേ അവരുണ്ട് കേസ് കൊടുക്കും. ഈ വിഷയത്തിൽ അവർ എഴുതിയിട്ടിരുന്നതിൽ പുരാണങ്ങളിൽ പറയുന്നത്, അതായത് ശിവപുരാണങ്ങളിൽ പറയുന്ന ഒരുപാട് പുരാണങ്ങളുണ്ട്. ശിവന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുരാണങ്ങൾ ഒരുപാടുണ്ട്. അതിന്റെ ലിസ്റ്റ്, വലിയൊരു ഹ്യൂജ് ലിസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അതിനകത്ത് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവനും നമ്മുടെ പാർവതിയും കൂടെ രതി കളിക്കുകയാണ്. ഈ രതി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവന് സംതൃപ്തി കുറയുന്നു. സാധാരണ പുരുഷനും സ്ത്രീയും ആയിട്ടുള്ളവർ ചെയ്യുമ്പോൾ സ്ത്രീക്കാണ് സംതൃപ്തി കുറയുക. പുരുഷൻ എന്തായാലും അത്യാവശ്യം സംഗതി കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. പെണ്ണിനാണ് ഈ ഓർഗാസം വരാനുള്ള ലേറ്റൊക്കെ വരുന്നത്. അതിനിടയിൽ എനിക്ക് മനസ്സിലായിട്ട്. അപ്പോൾ ഈ സംതൃപ്തി കുറയുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ആ പ്രോബ്ലം ശിവനാണ് ഉണ്ടായിരുന്നത്. ശിവൻ ഈ പ്രോബ്ലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതും കൊണ്ട് ഇറങ്ങി വരികയാണ്. ഉദ്ധരിച്ച് നിൽക്കുന്ന ഈ KUN കൊണ്ട് പുള്ളി നാട്ടിലേക്ക് ഇറങ്ങുക. നാട്ടിലിറങ്ങുമ്പോൾ മഹർഷിമാർ, നിങ്ങൾ ഈ മഹർഷിമാരെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ ആലങ്കാരികമായ മഹർഷിമാരെന്ന് പറയുന്നത്, മഹർഷിമാർ ആദിവാസികളാണ്. താടിയും മുടിയും വെട്ടാൻ ഇതില്ലാത്തവർ. അവരിപ്പോൾ ചീ പിടിച്ച് കെട്ടിയൊക്കെ വെച്ച് നമുക്ക് കുറേ ഡീസൻസിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പണ്ടത്തെ കാലത്ത് ആദിവാസികളാണ് ഈ മഹർഷികളെന്ന് പറയുന്നത്. അവർ കാട്ടിലാണ് താമസിക്കുക. പൂജകൾ, തന്ത്രങ്ങൾ, ഇതുപോലുള്ളതൊക്കെ. ഇത് പാഗൻ ആണ് എന്ന് പാഗൻ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഞാൻ ഇതിന്റെ അവസാനം പ്ലേ ചെയ്യാം. നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നമ്മൾ എന്തായാലും ഈ ചരിത്രങ്ങൾ എടുക്കേണ്ടി വരും. കാരണം നമ്മളുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അസ്തിത്വം എന്താണെന്ന് നമ്മൾ തിരിച്ച് പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കേസല്ല. ഓട്ടെ, എന്തായാലും അപ്പം ശിവൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് താഴേക്ക് വന്നു. മഹർഷിമാരുടെ പെണ്ണുങ്ങളെ കയറി പ്രോഗ്രാം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ചെയ്യാൻ അവരെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ പിടിക്കുന്നത് കാണുന്ന മഹർഷിമാർ കമ്പ് കൊണ്ട് അട്ടി കൊടുക്കുകയാണ്. വട്ടി കൊണ്ട് അട്ടി കുടിക്കുകയാണ്. എവിടെ? സുനായിൽ. അങ്ങനെ ഈ സുന തെറിച്ചങ്ങോട്ട് പോവുകയാണ്. ഒരു സുന ആണ് ഉദ്ധരിച്ച് നിൽക്കുന്ന സുനായിൽ അടി കൊടുത്താൽ അത് തെറിച്ച് പോകുന്നു. അങ്ങനെ ശിവന്റെ ദേഹത്ത് നിന്ന് തെറിച്ച് പോക്കപ്പെടുകയാണ്. പിടിച്ച് വലിച്ചെറിയപ്പെടുന്നത് പോലെ ഒരു അവസ്ഥയാണ്. അതെങ്ങനെയാണ് ജസ്ല മാടശ്ശേരി കൊണ്ട് കളഞ്ഞു എന്ന് പറയുന്നത്? തെറ്റാണ്. നിനക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യം പറയുക. നീ അതേപോലെ തന്നെ ഇതേ ചരിത്രം വേറൊരു രീതിയിലും കൂടെ പറയുന്നുണ്ട്. ശിവൻ ഇതേപോലെ സെയിം രതി ക്രീഡകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സക്സസ് ആവുന്നില്ല. പുള്ളിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. ഉദ്ധരിച്ച സാധനവും കൊണ്ട് പുള്ളി നാട്ടിലേക്ക് വീണ്ടും വരികയാണ്. വീണ്ടും അല്ല, ആ വരവ് തന്നെയാണ്. ഇത് മറ്റൊരു കഥയായിട്ട് മറ്റൊരു പുരാണങ്ങളിൽ പറയുന്നതാണ്. അപ്പം ഇതും കൊണ്ട് താഴേക്ക് വരുന്ന ഇദ്ദേഹം മഹർഷിമാരുടെ പെണ്ണുങ്ങളെ ഓടിക്കുകയാണ് ബലാത്സംഗം ചെയ്യാനായിട്ട്. ഇത് കണ്ട മഹർഷി വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഓടിച്ചിട്ട് ഇയാൾ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ മഹർഷി വേദനയോട് കൂടി പറയുന്നു, ദൈവമില്ലേ, ദൈവത്തിനല്ലേ പറയാൻ പറ്റും, ശപിക്കുകയാണ്. പോട്ടെ നിന്റെ ലിംഗം. അങ്ങനെയും തെറിച്ചു പോവുകയാണ് പുള്ളിയുടെ. അങ്ങനെ ശാപത്ത് ഏറ്റുകൊണ്ടും ഇങ്ങനെ തെറിച്ചു പോകുന്നുണ്ട്. അടിച്ച് കളഞ്ഞു എന്നും പറയുന്നുണ്ട്, ശപിച്ച് കളഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും കളയുന്ന സ്ഥിതിക്ക് മഹർഷി പിന്നെ എന്തോ നീയും പ്രയാസപ്പെടും. കാരണം ഈ പോയ സാധനം പിന്നെ നാട് നീളെ നടന്നങ്ങോട്ട് റേപ്പ് ചെയ്യുന്നു. ഗോവിന്ദച്ചാമി ലെവലിലേക്ക് പോവുകയാണ് പിന്നെ ഈ KUN തന്നെ. മനസ്സിലായോ? പിന്നെ ഇത് പിടിച്ചു കെട്ടുക എന്നുള്ളതൊരു അവസ്ഥയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലോകം അവസാനിക്കും. ലോകത്തിന് ദോഷമാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ദേവഗണങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടും. എന്നിട്ട് ഇതെങ്ങനെ ഒതുക്കാമെന്ന് ചിന്തിക്കും. ശിവന്റെ അടുത്ത് തന്നെ അഭിപ്രായം ചോദിക്കും, ബ്രഹ്മാവ് അഭിപ്രായം ചോദിക്കും. അപ്പൊ ശിവൻ പറയുന്ന കാര്യം തന്നെ, എന്റെ തടക്കാൻ ഒറ്റ കളക്കെ പറ്റും, അത് പാർവതിയാണ്. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. പാർവതിയുടെ അടുത്ത് അടങ്ങാത്തതുകൊണ്ടാണല്ലോ ഇതും കൊണ്ട് താഴോട്ട് വന്നത്.
അപ്പൊ പിന്നെ അത് കഥയെ ചോദ്യമില്ലാത്ത നമ്മളൊന്നും ചോദിക്കുന്നില്ല. അവസാനം ഈ പറയുന്ന സംഗതി അടക്കാൻ പാർവതി തയ്യാറാവുന്നു. പാർവതിയുടെ യോനികളിലേക്ക് ഇത് അടക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇത് അടങ്ങണത്. ഇതാണ് അതിന്റെ കഥ. ഈ ലിംഗം ഉണ്ടാകുന്നതിന്റെ ചരിത്രമായിട്ട് ശിവപുരാണത്തിൽ മെൻഷൻ ചെയ്ത കഥയാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് നമ്മളാരും ആരെ അവഹേളിക്കാനല്ല, അവിടെയുള്ള കഥകളാണ് പറയുന്നത്. അപ്പൊ അറിഞ്ഞു തുടങ്ങി പെണ്ണെ, ചരിത്രം പറയാതെ മനസ്സിലാക്കാതെ പ്രത്യേകിച്ച് ശിവപുരാണം വായിക്കാതെ ഇത് ചെയ്യരുത്. പിന്നെ നിന്റെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൊച്ചു പുസ്തകം വായിക്കുക, മുത്തുച്ചിപ്പി വായിക്കുക. ഇതൊന്നും വായിക്കണ്ട, ശിവപുരാണം വായിച്ചാൽ മതി. അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റ് സംഗതികൾ അതിനകത്ത്. എന്തോ ഒക്കെ മഹത്വം മനസ്സിലായാൽ മാത്രമേ അർത്ഥം അറിയാൻ സാധിക്കുകയുള്ളൂ. ലിംഗം എന്നാൽ ഊർജം, ചിഹ്നം, അടയാളം എന്നൊക്കെയാണ്. സ്വന്തം പിതാവിന്റെ അടയാളമാണ് ജസ്ന എന്ന് പറയുന്ന വ്യക്തി. അതായത് ആ പിതാവ് എവിടെയെങ്കിലും ലിംഗ ഊർജാവേ അതാ ഷോ പ്രശ്നമാണല്ലേ. JCB അല്ല KCB-യുമായിട്ട് കണക്റ്റഡ് ആണോ? എന്തരാവട്ടെ, ഉപേക്ഷിച്ച ഒരു ലിംഗമാണ്. ഇതാണ് പ്രോങ്. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. മേ ബി നിങ്ങളുടെ സംസ്കൃതപരമായിട്ടുള്ള ഭാഷാ സാഹിത്യം ആ കൊച്ചിന് മനസ്സിലാവാത്തോണ്ടാണ്. ഈ പെണ്ണെ തന്തയ്ക്ക് വിളിച്ചാണ്. അത് മാത്രമല്ല, നിന്റെ ഫാദർ ഒരു പുരുഷ അഭിസാരകൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് പുരുഷ അഭിസാരകൻ ആണ് നിന്റെ ബാപ്പച്ചി എന്നാണ് ആ പെണ്ണ് പറഞ്ഞതിന്റെ അർത്ഥം. ലക്ഷ്മി ചേച്ചിയുടെ ബാപ്പ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ ബാപ്പ അങ്ങനെ ആയതുകൊണ്ടാണ് പുള്ളിക്കാരത്തി മറ്റൊരാളുടെ ബാപ്പയെ പറ്റി അങ്ങനെ പറയണത്. എന്റെ അറിവില് ജസ്ല മാടശ്ശേരിയുടെ മാതാപിതാ രണ്ടുപേരും നിക്കാഹ് കഴിഞ്ഞ് അവർ തമ്മിൽ രതി ക്രീഡകളിൽ ഏർപ്പെട്ട് സന്തോഷപൂർവമായ ഒരു ഡൊണേഷൻ അദ്ദേഹം കൊടുത്തതാണ് അവരുടെ ഗർഭപാത്രത്തിലേക്ക്. ആ ഗർഭപാത്രത്തിൽ നിന്നുകൊണ്ട് വളർന്നു വലുതായ കുട്ടിയാണ് ജസ്ല മാടശ്ശേരി എന്നാണ് എന്റെ മനസ്സിലാക്കലുകൾ. അല്ലാതെ അങ്ങേരൊരു അഭിസാരകനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തോ അഥവാ അടയാളമാണ്, ചിഹ്നമാണ് ജസ്ന എന്നർത്ഥം. ഇനി ചോദിച്ചല്ലോ, ഇതിന് മാത്രം അല്ല ഈ അടയാളം കിടയാളം എന്നൊക്കെ ഉള്ളത് അങ്ങ് നിർത്തുക. ഒരാളുടെ ഫേസ് ആണ് ഒരാളുടെ ഐഡന്റിറ്റി, അല്ലാതെ KUNNA അല്ല. KUNNA യൂറിൻ പാസ് ചെയ്യാനും അത്യാവശ്യം സെക്സ് വർക്കിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഈ എന്തരാണ് ഇടയിൽ എന്ന് പറയില്ല. ലിംഗം ഇയാൾക്ക് എവിടുന്ന് എന്ന്. ജസ്ലയ്ക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്വന്തം പിതാവിന്റെ ലിംഗങ്ങളാണ് അഥവാ അടയാളങ്ങളാണ്. ഈ ഭാരതത്തിന്റെ അടയാളമാണ് ശിവനും ശക്തിയും വിഷ്ണുവും മറ്റു ദേവതകളുമെല്ലാം. ആ അടയാളങ്ങളില്ലാത്ത ഒരു മണ്ണും ഈ ഭാരതത്തിലില്ല. പോയിട്ട് നിങ്ങളുടെ ഈ അടയാളം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ലേ? അതൊന്നങ്ങനോ ജപ്പാനിലുണ്ടോ? അല്ല വേറെ എവിടെയും പോയി കുഴി തോണ്ടി എടുക്കാത്ത എന്തടേ നിങ്ങളുടെ ഈ ലിംഗം? ശിവൻ ഭാരതത്തിലേക്ക് മാത്രം സ്പെസിഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തു. എല്ലാ ലോകത്തെയും ഭരിച്ചാണ്ടാളുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ദൈവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കഥകളെല്ലാം ഭാരതത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതെന്തടേ അങ്ങനെ? എൻ്റെ ഒരു അറിവിലേ അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരാളുടെ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കാം. സൂപ്പറാ. അതിലൊന്ന്, ശിവൻ എന്ന ഒരു ദേവത ഹിന്ദുക്കളുടെ ദേവതയാണ് എന്നുള്ളതാണ്. ഹിന്ദു മതത്തിന്റെ ആധാര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന 4 വേദങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും സമഗ്രവും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴയതുമായ ഋഗ്വേദമാണ്. ഈ 4 വേദങ്ങളിലും ശിവൻ എന്ന പേരിൽ ഒരു ദേവതയുള്ള പ്രാർത്ഥന ഇല്ല. ഋഗ്വേദത്തിൽ മൊത്തം 3339 ദേവതയുടെ കണക്ക് പറയുന്നുണ്ട്. അതിൽ സരമ എന്ന പേരുള്ള ഒരു ഫീമെയിൽ ഡോഗുണ്ട്. കാഫറുകളായ ശത്രുക്കളുടെ നിധികൾ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു പെൺപട്ടിയാണ് സരമ. പിന്നെ രോമം പറിക്കാത്ത ഭീകരമായ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പെരുമ്പറാതും ഒരു ദേവതയാണ്. നദികൾ ദേവതയായിട്ട് വരുന്നുണ്ട്. എല്ലാം ചേർത്ത് 3339 ദേവതയുടെ കണക്ക് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ശിവൻ എന്നൊരു ദേവതയെ പറ്റി പറയുന്നില്ല. മറ്റു ദേവതകളെ, ഇന്ദ്രൻ, വിഷ്ണു, സരസ്വതി, ഇങ്ങനെയുള്ള മറ്റ് ദേവതകളെ, പ്രധാനമായിട്ടും മേൽ ദേവതകളെ പുകഴ്ത്താൻ വേണ്ടി സുബ്രഹ്മണ്യൻ, യഹോവ, ശിവ, ഗണപതി മുതലായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പേരുകളിൽ ഒരു ദേവത, ഗണപതി എന്നോ ശിവൻ എന്നോ യഹോവ എന്നുള്ളൊരു ദേവത ഇവിടെയുള്ള ഒരു പ്രാർത്ഥനയും ഈ വേദങ്ങളിൽ ഇല്ല. പിന്നീട് നമ്മൾ തെക്കേ ഇന്ത്യയിലെ സംഘസാഹിത്യം പരിശോധിച്ചാൽ അതിലും ശിവൻ എന്ന പേരുള്ള ഒരു ദേവത ഇല്ല. ഇതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഋഗ്വേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്ന മെയിൽ ഇന്ദ്രനും ഫീമെയിൽ സരസ്വതിയുമാണ്. ഇന്ദ്രനെ വൃത്രഘ്ന, വൃത്രനെ കൊന്നവൻ. സരസ്വതിയെ വൃത്രഘ്നി, ഘാതകി, വൃത്രന്റെ കഥ ഈ പേരിൽ വിളിക്കുന്നുണ്ട്. പിന്നെ ഇന്ദ്രനെ പ്രധാനമായിട്ടും പുരന്തര എന്ന് വിളിക്കുന്നുണ്ട്. പുരങ്ങളുടെ അന്തകൻ. പുരം എന്ന് വെച്ചാൽ പട്ടണങ്ങൾ. അത് ആരുടെ പട്ടണങ്ങളെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കാഫറുകളായ, ഇന്ദ്രന് ശോഭം പിഴിയാത്ത, അന്യ മതക്കാരായ, അയജ്ഞ, അന്യവ്രത, അവൃത, അങ്ങനെയായിട്ടുള്ള പല ആളുകൾ, അസുരന്മാര്, പണികൾ, ദാസൻ, ഇങ്ങനെയുള്ള പല ആളുകളുടെ പുരങ്ങളാണ് ഇന്ദ്രൻ തീയിടുക, ആക്രമിക്കുക, കൊള്ളയടിക്കുക, കൊള്ള മുതൽ വിശ്വാസികൾക്ക് വിധിച്ചു കൊടുക്കുക. ഇത് ചെയ്യുന്ന ദേവതയാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ കൂട്ടാളിയാണ് സരസ്വതി. ഇത് കൂടാതെ 10,000 അല്ലെങ്കിൽ 5000 വർഷം പുറകോട്ട്, ആ കാലം മുതൽ ഈജിപ്തില് ആഫ്രിക്കയിലെ നൈൽ നദിക്കരയിൽ ആളുകൾ ആരാധിച്ചിരുന്ന ദേവതകളും ഋഗ്വേദത്തിലുണ്ട്.
അങ്ങനെ പലയിടങ്ങളിലെ ഇവർ വന്നിട്ടുള്ള പലയിടങ്ങളിലെ ദേവതകൾ അതിനകത്തുണ്ട്. പക്ഷേ ശിവൻ എന്ന പേരിലൊരു ദേവത അതില്ല. പിന്നീട് തെക്കോട്ട് വന്ന സംഘസാഹിത്യത്തിൽ ഇങ്ങനെ ഒരു ദേവത കാണുന്നില്ല. അപ്പോൾ ഏറ്റവും പഴയ വേദങ്ങൾ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരാണങ്ങൾ വരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെങ്ങും ഈ ബിംബാരാധനയെ പറ്റി പറയുന്നില്ല, ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നില്ല. ഈ മതസാഹിത്യം, ഹിന്ദു മതത്തിന്റെ മതസാഹിത്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരേ ഒരു രീതിയിലുള്ള ആരാധനയാണ് അതിൽ കാണുന്നത്. അത് തീട്ട ആരാധനയാണ്. അതിന് സംസ്കൃതത്തിൽ യാഗം, യജ്ഞം, സത്രം, ഇഷ്ടി, ഹോമം ഇങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ 9 മാസം സത്രം നടത്തുന്ന ഋഷിമാര് നവഗ്വ എന്ന് പറയുന്നു. മഹാഭാരതത്തിൽ നമുക്ക് സർപ്പസത്രം കാണാം, സർപ്പങ്ങളെ ബലി കൊടുത്തുകൊണ്ടുള്ള യജ്ഞം അത് കാണാം. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേദത്തിൽ ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട എന്നാൽ വേദത്തിലില്ലാത്ത ചില കാര്യങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വേദത്തിൽ പൂവില്ല, പൂജയില്ല, ബിംബമില്ല, ഓമില്ല, ദീപത്തിന്റെ ആവശ്യമില്ല. യാഗം ചെയ്യുമ്പോൾ അവിടെ ദീപത്തിന്റെ ആവശ്യമില്ല, ദീപത്തെ പറ്റി പറയുന്നില്ല. അവിടെ അവർ ഇഷ്ടിക അടിക്കുക, അതാണ് ഇഷ്ടി എന്ന് തന്നെ പേര് വരുന്നത്. ഇഷ്ടിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഇഷ്ടിക എന്ന പേര്, ഇഷ്ടി. അപ്പോൾ ആ കട്ടയടിക്ക് അതിനകത്ത് തീ കൂട്ടി തീയിലോട്ട് ദ്രവ്യങ്ങൾ, യജ്ഞദ്രവ്യങ്ങൾ, മദ്യം, മാംസം, മറ്റ് പാല്, തൈര്, വെണ്ണ ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഹവിസാണ്. പള്ളം നിറച്ച് സോമം കഴിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ, ആ മതത്തിലാണ് ഇന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്ന അനേക മന്ത്രങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. അപ്പോ പുരാണം മുതൽ അങ്ങ് പുറകോട്ട് വേദം വരെ നോക്കിയാലും തീട്ടാരാധന അല്ലാതെ മറ്റൊരു രീതിയിലുള്ള ആരാധന ഇതിലില്ല. ഈ ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്ക് വെളിയിലും, അത് ഇന്ത്യയിൽ നിന്ന് പോയത് ഈ ബിംബാരാധന, ക്ഷേത്രാരാധന പോപ്പുലറൈസ് ചെയ്തത് ശ്രമണരാണ്, ബൗദ്ധരും ജൈനരും. ബുദ്ധമതത്തിലും ജൈനമതത്തിലും പിന്നീട് വന്ന ഒരു രൂപാന്തരമാണത്. ബുദ്ധമതത്തിൽ നമ്മൾ പറയുന്ന മഹായാന ബുദ്ധിസം. ഹീനയാനത്തിൽ ഇങ്ങനെയുള്ള ബിംബാരാധനയോ അല്ലെങ്കിൽ ആരാധനയ്ക്ക് അതിൽ സ്ഥാനമില്ല. പക്ഷെ മഹായാന ബുദ്ധിസം വരുമ്പോഴത്തേക്ക് അതിൽ ആരാധന തുടങ്ങുന്നുണ്ട്, അതിൽ താന്ത്രിക അംശം വരുന്നുണ്ട്. ഈ താന്ത്രിക അംശം ബുദ്ധരും ജൈനരും പിന്നീട് ഈ ബുദ്ധ ജൈന ആരാധനകൾ പിടിച്ചെടുത്ത ബ്രാഹ്മണ മതക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദു മതക്കാരും ഈ താന്ത്രിക സമ്പ്രദായം അനുസരിച്ചുള്ള ആരാധനകൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള പുരാതന ക്ഷേത്രങ്ങൾ ഏകദേശം 99% ഒന്നുകിൽ ബുദ്ധപ്പള്ളി അല്ലെങ്കിൽ ജൈനപ്പള്ളിയാണ്. പിന്നെ ഇത് കൂടാതെ ഇവിടുത്തെ ഈ ബുദ്ധജൈന മതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള പഗൻസ് ആയിട്ടുള്ള ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അത് പലതും ഇന്ന് ക്ഷേത്രങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആരാധന രീതി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാരായണ ഗുരുവിന്റെ വരവിന് ശേഷമാണ് ആ പഴയകാല ആരാധന രീതി മാറി. പലയിടത്തും ദേവതകളും മാറിയിട്ടുണ്ട്. പഴയകാലത്ത് ആരാധന രീതി, മദ്യവും മാംസം കൊണ്ടുള്ള ആരാധന രീതി മൊത്തമായിട്ട് മാറി. ഇപ്പോൾ അത് വെജിറ്റേറിയൻ രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും ബ്രാഹ്മണരിന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 14,000 വർഷം പിൻകാലങ്ങൾ മുതൽ അവർ തുടർന്ന് വരുന്ന അവരുടെ പകൻ ആരാധന മദ്യവും മാംസവും സോമരസവും എല്ലാം കൊണ്ട് തീ കൂട്ടി തീയിലോട്ടിട്ടുകൊണ്ടുള്ള ആരാധന. അതായത് കുറച്ച് സാധനങ്ങൾ ആദ്യം നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക, അതിന് പകരമായിട്ട് ദൈവത്തിൽ നിന്ന് അതിന്റെ ഒരു 100 ഇരട്ടി നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുക. അല്പം പാല് കൊടുക്കുക, എന്നിട്ട് അനേകം പശുക്കളെ ചോദിക്കുക. അല്പം പാല് കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയിട്ട് അനേകം പശുക്കൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ഒരു സമ്പ്രദായം, കൊടുക്കൽ വാങ്ങൽ, ഈ രീതിയിലുള്ള ആരാധന ബ്രാഹ്മണർ ഇന്നും നടത്തുന്നുണ്ട്. അവർ പിന്നോട്ട് പോയിട്ടില്ല. അവര് സോമയാഗം നടത്തുന്നുണ്ട്. അഗ്നിഷ്ടോമ സോമയാഗം ഈ അടുത്ത കാലത്താണ് കണ്ണൂര് കൈതപ്പുറം ഗ്രാമത്തിൽ, അതൊരു നമ്പൂതിരി ഗ്രാമം, അവിടെ സോമയാഗം നടന്നു, അഗ്നിഷ്ടോമ സോമയാഗം. അപ്പൊ അവരവരുടെ പകൻ ആരാധന നിലനിർത്തുകയും നമ്മുടെ പകൻ ആരാധനയ്ക്ക് വിലക്ക് പോലെ വരികയും നമ്മൾ അതൊക്കെ നിർത്തുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഹിന്ദു മതത്തിൽ, ഹിന്ദു കൾച്ചറിൽ ക്ഷേത്രാരാധന, ബിംബാരാധനയുടെ പാരമ്പര്യം ഇല്ല. ആകെയുള്ളത് തീട്ടാരാധന മാത്രമാണ്. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമാധം നദേഭം നദൈഭം നമർത്ഥം ഒന്നുമില്ല എന്നല്ലേ പറയുന്നത്. ഈ ശിവൻ എന്ന് പറയുന്ന സങ്കല്പവും അല്ലെങ്കിൽ അതും ഒരു വേദങ്ങളിലുമില്ല, ഒരു പുരാണങ്ങളിലുമില്ല എന്നാ പറയുക. പുരാണത്തിലുണ്ട് കേട്ടോ, വേദങ്ങളിലില്ല. ശിവപുരാണത്തിലുണ്ട്, വേദങ്ങളിലില്ല. ഋഗ്വേദം ഉണ്ട്, അതിനകത്തില്ല. ഇവരുടെ വേദങ്ങളിലൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ് ഇവർക്കിപ്പം മെയിൻ ദൈവം. ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ശിവലിംഗത്തെ, ശിവന്റെ ഊർജത്തെ, പ്രതീകത്തെ അധിക്ഷേപിച്ച ജസ്ല മാടശ്ശേരിയുടെ പേരിലുമുണ്ട് ഒരു ശിവൻ. മാടൻ എന്ന പേരിൽ പല സംസ്ഥാനങ്ങളിലും ആരാധിക്കപ്പെടുന്നത് ഉഗ്രമൂർത്തിയായ. എങ്ങനെ ഇരുന്നിട്ട് പഞ്ചാര വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഇത് കിട്ടത്തില്ല കേട്ടാ. ഞാനത് കാര്യമായിട്ട് പറയുന്നതാണ്. ഇത് ശാഖയെ പഠിപ്പിക്കുന്ന സാധനം കൊണ്ടൊന്നും തള്ളി മറിക്കാതെ ചരിത്രം പഠിക്കുക, പുരാണങ്ങൾ വായിക്കുക, വേദോപനിഷത്തുകൾ വായിക്കുക. അപ്പം മനസ്സിലാവും എന്താണ് ശിവനെന്ന്. ശരിക്കും പഠിക്കുക. നിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ നീ തന്നെയാണ്. ഭ്രാന്തമായ നമ്മളുടെ പല വിചാരങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു നിർമ്മിതി മാത്രമാണത്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ആകെ മൊത്തത്തിൽ നീ തന്നെയാകുന്നു ദൈവം. പിന്നെ ഒരു സങ്കല്പം നല്ലതാണ്, അതൊക്കെ വിശ്വസിച്ചു, അതൊന്നും കുറ്റമില്ല, തർക്കമില്ല. പക്ഷേ ഇതും കൂടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ശിവനെ തന്നെയാണ്. ഭാരതത്തിലെ ഭൂമി മാത്രം കുഴിച്ചാലല്ല, ജസ്ലയെ പോലെയുള്ളവരുടെ പേരുകളൊന്ന് കുഴിച്ചാലും കിട്ടുന്നത് ഈ മൂർത്തികളെ തന്നെയാണ്. അതുകൊണ്ട് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ പൗരത്വവും പേറിക്കൊണ്ട് ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അപമാനിക്കാം എന്ന് കരുതിയാൽ ഒരുപക്ഷെ
സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട് CAA പോലെ ഈ ഭാരതത്തിലെ ഓരോ പൗരനും ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും മാനിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള പ്രതിജ്ഞ. വെയിറ്റ് ഭീഷണിയാണെന്ന് മനസ്സിലായി. ഈ അമെൻമെന്റ് ആക്ടും സുനായും ഒക്കെ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഈ ആക്ട് പ്രകാരം ഹിന്ദു മതത്തിലേക്ക്, നിങ്ങൾ പറയുന്ന ഒരു പ്രത്യേകതര ബ്രാഹ്മണ മതത്തിലേക്ക് അങ്ങേർക്കൊരു മെമ്പർഷിപ്പ് കൂട്, ഭഗവാൻ ഒരു മെമ്പർഷിപ്പ് കൂട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. 3339 കോടി ദൈവങ്ങളുടെ പ്രതിപാദനമുണ്ട് ഋഗ്വേദത്തിൽ. പക്ഷേ ഒരെണ്ണം പോലും ശിവൻ എന്ന രീതിയിൽ അവിടെ പ്രതിപാദിക്കുന്നില്ല. അത് നിങ്ങൾ അങ്ങേർക്കൊരു മെമ്പർഷിപ്പ് കൂട്. അങ്ങേറെ ഒരു ദൈവമാണ്, നിങ്ങളുടെ ദൈവമാണ് ഹിന്ദു മത സംസ്കാരത്തിലെ ഋഗ്വേദങ്ങളിൽ, അദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൂട്. എന്നിട്ട് പറ. ഈ തമിഴ്നാട്ടിലൊരു രീതിയുണ്ട്, അവിടെ ശൈവനും വൈഷ്ണവനും തമ്മിലുള്ള അടിയ. വൈഷ്ണവന്മാരാണ് നിൽക്കുന്നത്, വൈഷ്ണവ ബ്രാഹ്മണ കുലന്മാരാണ് വൈഷ്ണവർ. മറ്റേ ശൈവകുലം എന്ന് വെച്ചാൽ അത്യാവശ്യം മീൻ ഇറച്ചി മീൻ ചക്കറിയൊക്കെ തിന്നുന്നവരാണ് അത്. പക്ഷേ അവരുടെ ദൈവത്തിനെ പോലും പൂജിക്കാൻ പോകുന്നത് മറ്റവരാണ്, വൈഷ്ണവരാണ്. ഇപ്പൊ അങ്ങനെയാണ്, സിസ്റ്റം ഒക്കെ മൊത്തം കംപ്ലീറ്റ് കൊളാപ്സ് ആയി. പക്ഷെ ഇവർ തമ്മിൽ പണ്ടും ഇപ്പോഴും അടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് വിഷ്ണുവിനെ സ്നേഹിക്കുന്നവരും ശിവനെ സ്നേഹിക്കുന്നതും തമ്മിൽ മുട്ട ലഹളയാണ്. ഇപ്പൊ അത് ബിസിനസ് പരമായിട്ട് മാറ്റി രണ്ടിനെയും കൂടെ ഒരിടത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിവ്. എന്നാലും തമ്മിൽ നല്ല ഗുസ്തിയുണ്ട്. അവ്വാള് ഇവ്വാള് എന്ന് പറഞ്ഞാൽ അവരും അത്യാവശ്യം ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഇവരും. ഈ ഗുസ്തി തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും പബ്ലിക് അറിയുന്നില്ല. ഒരു കാര്യം പറയാം, മത സംസ്കാരങ്ങളിൽ തൊട്ട് മറ്റുള്ളവരെ അവഹേളിക്കുകയും മറ്റുള്ളവരുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസ്കാരങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളും ക്രീഡകളും അതിനകത്തുള്ള വൈകൃതങ്ങളും എടുത്ത് പബ്ലിക്കിൽ ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കരുത്. ശ്രദ്ധിക്കണം കേട്ടോ, അമ്പാനെ ശ്രദ്ധിക്കുക. മാത്രം പൗരത്വം അനുവദിക്കുന്ന ഒരു നിയമം കൂടി കൊണ്ടുവരേണ്ടി വരും. ഈക്വൽ റൈറ്റ്സിന് വേണ്ടി കഴിയുന്നവർ ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം. ഈക്വൽ റൈറ്റ്സിന് വേണ്ടി ആരാണ് കരയുന്നത്? ആർക്കാണ് ഇപ്പൊ ഈക്വൽ റൈറ്റ്സ് വേണ്ടത്? ഇതിനു വേണ്ടി കരഞ്ഞതാര്? ജസ്ലാം ആടശ്ശേരി ജനിച്ച കമ്മ്യൂണിറ്റി ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി ആര് കരഞ്ഞ്? അമ്പലത്തിക്കാർ അടികൂടിയ, വഴി നടക്കാൻ അടികൂടിയ, മുലക്കരം, മറ്റേക്കരം, മറിച്ചക്കരം, മീശക്കരം, സെക്സ് കരം, ഇമാതിരി എന്തെങ്കിലും ജസ്ലാം ആടശ്ശേരിയുടെ പൂർവികരോ ഇപ്പോഴുള്ളവരോ ഇനി ഉള്ളവരോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. പിന്നെ ആരാ ഈ റൈറ്റ്സിനൊക്കെ കരഞ്ഞ്? അമ്മച്ചിയുടെ ഫാമിലിയാണ് ഇതൊക്കെ കരഞ്ഞത്. അമ്മച്ചിയുടെ ഫാമിലി തുണി ഉടുക്കാൻ കരഞ്ഞു. അമ്മച്ചിയുടെ ഫാമിലി മറക്കുടയിലെ മഹാനരകത്തിനെ പറ്റി പറഞ്ഞു കരഞ്ഞു. അമ്മച്ചിയുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് ഒരുപാട് രീതിയിലുള്ള നവോത്ഥാന നായകന്മാരുടെ സഹായത്തോടു കൂടി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. കുഴി കുത്തി കഞ്ഞി അതിനകത്തേക്ക് വിളമ്പിത്തന്ന അതിൽ നിന്ന് കോരി കുടിച്ച ചരിത്രമുള്ള അമ്മച്ചി എന്തിനാണ് ആ പെങ്കൊച്ചിന്റെ തലയിൽ കയറുന്നത്? എന്ത് ചാഞ്ഞമരോ ചാടി കയറാനായിട്ട്? അവളെ മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല, ആ സമൂഹത്തിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. അത് വേറെ കാര്യം. അവളിത്തിരിപ്പില്ല റിബലാണ്, ജിത്തിവാദി എന്നൊക്കെയാണ് പറയണത്. ആരണ്ടൊക്കെ എഴുതി കൊടുക്കണം, വായിച്ച് പഠിക്കണം, അത്ര തന്നെ എനിക്ക് മനസ്സിലായി. കൊച്ചാ പോട്ട് മോന്റെ പ്രായ വിട്ട്. പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് INA പോലെയുള്ള നിയമങ്ങൾ പ്രകാരം അവിടെ പൗരത്വം ഇല്ലാത്തവർ അഥവാ അവിടുത്തുകാരായിട്ടല്ലാത്ത ആൾക്കാർ, അവരിൽ ഇമിഗ്രന്റ്, നോൺ ഇമിഗ്രന്റ്, റെഫ്യൂജി, അസൈലി, റെസിഡന്റ്, നോൺ റെസിഡന്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാറ്റഗറികളില് ഉള്ളവരെ സംബോധന ചെയ്യുന്നത് ഏലിയൻ അഥവാ നമ്മൾ അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയുന്ന പോലെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല, അവരുടെ പൗരന്മാർക്കൊഴികെ മറ്റാർക്കെങ്കിലും അവിടെ പൗരത്വം വേണമെങ്കിൽ ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ള പ്രതിജ്ഞ എടുക്കാനും ഒരു നിയമമുണ്ട്. സത്യത്തിൽ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ അവകാശം. അമേരിക്കയുടെ കാര്യമൊക്കെ തള്ള പറയുന്നുണ്ട്. നീ എന്താ അമേരിക്കക്കാരിയാണോ? അല്ല, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണോ ഇന്ത്യ നടക്കുന്നത്? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നീ പറഞ്ഞാണെങ്കിൽ ഞാൻ ഓടിപ്പോയി നോക്കി, ചേട്ടാ ഇനിയിപ്പോൾ അങ്ങനെ ഒരു എമിഗ്രേഷൻ ആക്ട് ഒക്കെ ഉണ്ടോ എന്ന്. മീൻസ് അറിയത്തില്ലല്ലോ. അവിടെ ഇസ്ലാമിയരും ഉണ്ട്, പക്ഷെ അതൊരു ക്രൈസ്തവ കൺട്രിയാണ്, ക്രിസ്ത്യൻസിന്റെ കൺട്രിയാണ്. ക്രിസ്ത്യാനിറ്റിയാണ് അവരുടെ ഒറിജിനൽ മതം. അതുകൊണ്ട് ക്രിസ്ത്യൻസ് ആയാലേ അവിടെ നാഷണാലിറ്റി കിട്ടുമെന്ന് ആരാൻ്റെ അടുത്ത്? 5 വർഷത്തെ റെസിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് കാണിച്ചാൽ മതി. 5 വർഷം കൊണ്ട് ഗ്രീൻ കാർഡ് കിട്ടുന്ന എത്രയോ മനുഷ്യരുണ്ട്. അതിൽ ഇസ്ലാമിയരുണ്ട്, മറ്റു മതവുകാർ, ഹിന്ദുക്കളും ഉണ്ട്. അവിടെ ആ നാഷണാലിറ്റി സ്വീകരിച്ച ഹിന്ദുക്കളുണ്ട്. ഇപ്പം റീസെന്റ് ഇവർ തന്നെ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ വന്നില്ലേ, ഒരു സിംഗ്, ഗുർബന്ത് സിംഗ്, കേരള സാർ, ലിറ്ററസി സാർ, അവനും ആ നാഷണാലിറ്റിയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ട് അവിടെ നിന്ന് തള്ളി പറക്കി ഇങ്ങോട്ട് വിട്ടു. പിന്നെ ഈ നാഷണാലിറ്റി വേണമെന്നും അവിടെ പോയി ജോലി ചെയ്യണമെന്നും പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് പോയതും ചാച്ചിയുടെ സമൂഹത്തിലുള്ള ആൾക്കാരാ, ചച്ചിയുടെ സമുദായക്കാരാ ഇങ്ങനെ തെണ്ടിപ്പറക്കി നടക്കുന്നത്. അതും കൂടെ മറന്നു വേണ്ട. ഞങ്ങളെ കഴുത്തെടുത്താലും ഞങ്ങൾക്ക് നാഷണാലിറ്റി വേറെ വേണ്ടാന്നാ പറയുന്നത്. യൂസുഫ് അലി എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങൾ ഇത്രത്തോളം അവഹേളിക്കുകയും ഇത്രയും വൃത്തികേട് പറഞ്ഞിട്ടും വേണ്ട എനിക്ക് മറ്റൊരു നാഷണാലിറ്റി, ഞാൻ മരിക്കുമ്പോൾ ഇന്ത്യനായി തന്നെ മരിക്കുമെന്ന് പറഞ്ഞ ആത്മാഭിമാന ബോധമുള്ള ഇസ്ലാമിയനാണ് അങ്ങേര്. മറന്നുകൊണ്ട കേട്ടാ, ആ ബോധമില്ലാത്ത നിങ്ങൾക്കാണ്. നിങ്ങളുടെ മോങ്ങി എണ്ണയുടെ അടുത്ത് ചോദിച്ചു നോക്കിയാണ് അവിടുത്തെ നാഷണാലിറ്റി ആയിട്ടെന്ന് വെച്ചാൽ അങ്ങേര് ഇതെല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അതാണ് സിസ്റ്റം. ആരാണ് രാജ്യദ്രോഹി എന്നും ആരാണ് രാജ്യസ്നേഹി എന്നും ഏകദേശമൊക്കെ ഞാൻ പറയുന്നതിനകത്തുണ്ട്.
വശം കൊണ്ട് പൗരത്വം പേറുന്നവർക്കും അത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരേണ്ടി വരും. കാരണം ഇത്തരക്കാര് ഒരുപാട് കൂടി വരികയാണ് ഭാരതത്തിൽ. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ശിവലിംഗത്തിന്റെ 5 ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് ഗ്രന്ഥമാണ്? അല്ല, ഇത് ഏത് ഗ്രന്ഥം? 5 ഭാവമൊക്കെ പറയുന്ന ഗ്രന്ഥവും കൂടെ ഒന്ന് പറയുക. ഭൂതാത്മകമാണത്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി, ഇങ്ങനെ ഓരോ രൂപങ്ങളിലും ഭഗവാന്റെ ഊർജത്തെ ഹിന്ദുക്കൾ കാണുന്നു. ശിവലിംഗം എന്നാൽ ശിവന്റെ ഊർജം എന്ന് ശിവലിംഗം എന്നാൽ ശിവന്റെ KUNNA എന്ന് മാത്രമാണ് അർത്ഥം. വാഴത്തോരനെ ചരിത്രം കൂടെ വായിരടേ. നിങ്ങൾ ഇതും കൂടെ പഠിപ്പീരേ, ഈ സംഗതിയും കൂടെ പഠിപ്പീരേ. ക്രീഡ വൈകൃതങ്ങളിൽ ഇറങ്ങി അന്യന്റെ ഭാര്യയെ പോയി ഗോവിന്ദച്ചാമി ഫോമേഷൻ കാണിക്കാൻ പോയിടത്ത് വെച്ച് മഹർഷിമാർ തല്ലി ഓടിച്ചൊരു ചരിത്രമുണ്ട് ശിവപുരാണങ്ങളിൽ. അതും കൂടെ പറ, അതല്ലേ ഒരു രസമുള്ളൂ. ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധിക്കുന്നത്. അതാണ് കുഴപ്പം. മനസ്സിലാക്കലുകളിലാണ് പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കിയെടുത്താണ് ഈ പ്രശ്നം, മനസ്സിലാക്കാൻ പോയെടുത്താണ് ഈ പ്രോബ്ലം വന്നത്. ദാറ്റ് ദ പോയിന്റ്. അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിനെ ശിവനായി കാണുന്ന ഹിന്ദുക്കളെ മുഴുവനും അധിക്ഷേപിച്ച്, ശിവനെ അധിക്ഷേപിച്ച്, ഭാരതത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും അധിക്ഷേപിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ഓർക്കുക, ഈ പൗരത്വം പേരാൻ ഇത്തരക്കാർ അർഹരാണോ എന്ന്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. ഓം നമഃശിവായ. ശിവന്റെ ലിംഗം പൂജയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്, അതിന് ശമനം കൊടുക്കുന്നത്, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം ശക്തമായി നിൽക്കുമ്പോൾ ലോകം നശിപ്പിക്കപ്പെടുമെന്ന കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ അടക്കാനാണ്, തണുപ്പിക്കാനാണ്. തണുപ്പിക്കാനെ വെള്ളം കോരി ഒഴിച്ചു കൊടുക്കും. ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗത്തിനകത്ത് വെള്ളം ഒഴിച്ചാൽ തണുക്കുമോ എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കും. ഐസോളം ഒഴിച്ചു കൊടുത്താൽ മതി, ഫ്രീസർ കയറ്റി വെച്ചാലും മതി. അതാണത്, ആ കൺസെപ്റ്റാണത്. അതിനകത്ത് ശിവനെ അല്ല, ശിവന്റെ ലിംഗത്തിനെ തന്നെയാണ് കൺസെപ്റ്റ്. ശിവലിംഗത്തിന് അടക്കം കൊടുത്തില്ലെങ്കിൽ അത് ഭൂമി വെച്ചേക്കത്തില്ല, അന്യന്റെ ഭാര്യയൊക്കെ കയറി ചെയ്ത് കളയും. അതാണ് രീതി. അപ്പൊ അതിനടക്കുക എന്നുള്ളതാണ്. ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഗോം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് അതിനെ അവഹേളിക്കുന്നത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. വേറെ ആർക്കും അതിന് കാര്യമില്ല. പിന്നെ ഈ നാട്ടിലെ നാഷണാലിറ്റി നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംസാരിക്കേണ്ടി വരുന്നത്. ആ നോർത്തിൽ കിടന്ന് കൊണ പറഞ്ഞാൽ അവിടെയുള്ളവർ കൈയടിക്കും, ഇവിടെ വന്ന് കിടന്ന് പറയരുത്. നിങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പുകൾ കൊണ്ടാണ് പലരും ഇവിടെ വന്ന് കയറി മെതിച്ചിട്ട് പോകുന്നത്. ഇപ്പൊ മെതിക്കാത്തതും ഇവിടെ അത് ചോദ്യം ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് ആളുള്ളത് കൊണ്ടാണ്. അന്നില്ലായിരുന്നു. അടിച്ചാൽ അടി കൊള്ളാൻ മാത്രം തക്കവണ്ണവും റാൻ മൂളിൽ നിന്ന് ശീലമുള്ള ബ്രാഹ്മണ വിഭാഗത്തിന്റെ വെറും കെടുകാര്യസ്ഥതയാണ് മറ്റു മതവിഭാഗങ്ങൾ ഇവിടെ വന്ന് കയറിയതും മതത്തിലേക്ക് ആളുകൾ പോയത്. പിന്നെ പൈതൃകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ അവകാശികൾ ഇസ്ലാമിയരെന്നും പറഞ്ഞ ക്രൈസ്തവരെന്നും ഞാൻ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ മതവിഭാഗം വേറെ എവിടെ നിന്ന് കെട്ടിക്കേറി വന്നതല്ല. അവരിവിടെ വന്ന് ഇവിടെയുള്ള മനുഷ്യരെ മതം മാറ്റിയതാണ്. അതിൽ മതം മാറാൻ തയ്യാറായി നിന്നത് കീഴാള വർഗമാണ്. കീഴാള ജനതയെന്ന് നിങ്ങൾ പറയുന്ന നികൃഷ്ടരും അധകൃതരും അധമരുമായ ആദിവാസി സമൂഹവും പറയർ പുലയർ ആ പാണർ എന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് മതം മാറിയിട്ടുള്ളത്. കളർ കൊണ്ടൊന്നും നിങ്ങൾ കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണ്ട. ഗ്രാജുവലി അവർക്ക് വന്നവർ ബന്ധദോഷകളായതാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഏക അവകാശികളെന്ന് പറയാൻ അവരേ ഉള്ളൂ. ഞങ്ങൾ തരുന്ന ഭിക്ഷയും ദാനവും വെച്ചുകൊണ്ട് ഞങ്ങളുടെ നാഷണാലിറ്റിയെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തള്ളണ്ട. അത് അങ്ങോട്ട് കിട്ടും. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനൊരു കണക്കുണ്ട്. ആദ്യം അവളുടെ പുതിർത്തത്തെ പറയുന്നു, പിന്നെ അവളുടെ നാഷണാലിറ്റിയെ പറയുന്നു. ആ നാഷണാലിറ്റി എനിക്ക് പ്രശ്നമല്ല, അവൾക്കും പ്രശ്നമല്ല, നിങ്ങൾക്കാണത് പ്രശ്നം. തിങ്ക്, ആരാണ് നിങ്ങൾ? 5-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഒരു വർഗ്ഗം ഉണ്ടായിരുന്നില്ല. ചരിത്രബോധമുള്ള മനുഷ്യരത് ചോദ്യം ചെയ്യുമ്പോൾ ആ ചരിത്രത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്ന അപഹേളനങ്ങൾക്ക് തിരിച്ചതേ നാണയത്തിൽ അപഹേളനം തരുമ്പോൾ കേസ് കൊണ്ടുവരാതിരുന്നാൽ മതി. അത് ഉറപ്പ് തരാമെങ്കിൽ പക്ക ഇതിന്റെ സർവത്ര സാധനം പൊളിച്ചങ്ങ് കയ്യിൽ തരാം. അമ്മാതിരി ഉണ്ട് അതിനകത്ത്. ഇനി നേരത്തെ വിനോദ് സാർ പറഞ്ഞത് കണക്ക് അതിനകത്ത് വ്യക്തമായി അന്യമത ദോഷവും കാഫറുകളെ കൊല്ലണമെന്നുള്ളതും ഒക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മറ്റൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്, ഇതിനകത്തേക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. വ്യക്തമായിട്ടുണ്ട്. നീയൊക്കെ എപ്പോഴാണ് മറ്റത് പറയുന്നതെന്ന് അതിനകത്തേക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷെ അത് ഉപയോഗിക്കാമെന്ന് ഇസ്ലാമിയർ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ വീഡിയോ ചെയ്യുന്നവരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, വിനോദ് സാർ പറഞ്ഞതിനകത്ത് ഒരു കൃത്യമായ പോയിന്റ് ഉണ്ട്. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? കാഫറുകളെ കൊല്ലാനായിട്ട് മതഗ്രന്ഥം പറയുന്നത്. ഇത് ക്രൈസ്തവർക്കും പറയുന്നുണ്ട്, ഇവരും പറയുന്നുണ്ട്. അന്യമത വിദ്വേഷങ്ങൾ തീർക്കണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് അതിന്റെ ഒരു ഫോർമേഷൻ നോക്കുക. ഏത് അവസ്ഥയിലാണ് ഇസ്ലാമിയർ പറഞ്ഞതെന്നുണ്ട്. അന്യമതമെന്നല്ല പറയുന്നത്. മറ്റു വിഭാഗക്കാർ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ടൈം ഉള്ളത് കൊണ്ട് അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സെൽഫ് പ്രൊട്ടക്ഷൻ പറഞ്ഞ ഒരു സംഗതിയാണ് ഇവർ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. അതേസമയം പക്ക കട്ട് ആൻഡ് റൈറ്റാ മറ്റു മതവിഭാഗങ്ങളെ അടിക്കണമെന്നും കൊല്ലണമെന്നും തീർക്കണമെന്നും ഒരു പട്ടിയുടെ പേരുണ്ട് അതിനകത്ത്, സരാമ പട്ടി. ഈ പട്ടി മറ്റുള്ള മതവാദികളെ അന്വേഷിച്ച് കണ്ടെത്താൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഋഗ്വേദത്തിനകത്തുള്ളതാണ്. പുള്ളി പറയുന്നുണ്ട് അതിനകത്ത്. ആ വീഡിയോ ഒന്നും കൂടെ കേട്ടു നോക്കാം. അത് കണ്ടെത്തി അവരെ ഇല്ലാണ്ടാക്കാനായിട്ട് ഇവർക്ക് അങ്ങനെ നിയമം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പാഗൻ മതമാണെന്നും അല്ല പാഗൻ ദൈവങ്ങളാണെന്നും അതിനകത്ത് അന്ന് ഡിഫോം ചെയ്ത് വന്നതാണ് ഇതൊക്കെയെന്നും കൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി തനത് കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും എഴുതി വെച്ച കാര്യങ്ങളാണ്. ചിലതൊക്കെ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതി വെക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള കുറെ വക്രീയതകൾ വരും. ചിലതൊക്കെ ബോധത്തോടെ എഴുതി വെച്ചതുകൊണ്ട് അതുപോലത്തെ വക്രീയതകൾ വരും. ഏത് മതവിഭാഗത്തിലാണോ മതം വിടുമ്പോൾ പ്രാകൃതനാവുകയും മതത്തിൽ നിൽക്കുമ്പോൾ പ്രാകൃതനാവുകയും ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഏത് മതത്തിലാണ് ആ പ്രശ്നമുള്ളത്.
ഈ മതത്തിൽ മതം വിട്ടവർക്കാണ് ഭ്രാന്ത്. അവരാണ് വക്രതകളും പറഞ്ഞുണ്ടാക്കുന്നത്. അമ്മയ്ക്കൊപ്പം ഉറങ്ങണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഏത് മതവിഭാഗത്തിലാണ്? മതം വിട്ടവനാണത് പറയുന്നത്, മതം ഉള്ളവനത് പറയുന്നില്ല. അത് അപജയമാണെന്നും അന്യായമാണെന്നും പറയുന്നത്. അതേസമയം ഇതിനകത്ത് എങ്ങനെയെല്ലാം വക്രീകരിക്കാമോ രതികളുടെ പല വൈകൃത തലങ്ങൾ, അത് ഓരോ ക്ഷേത്രങ്ങളിൽ പോയാൽ മതി. 4-5 പെണ്ണുങ്ങൾക്കിടയിൽ നിന്ന് ഒരുത്തൻ അവന്റെ സുന കൊണ്ട് കാണിക്കുന്ന, കുനിഞ്ഞു നിന്നും മലന്നു നിന്നും പല രീതിയിലുള്ളത് കാണിക്കുന്നുണ്ട്. പശുവിന്റെ ഒപ്പവും കാളയ്ക്കൊപ്പവും ഒക്കെ മനുസ്മൃതിക്കകത്തുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഒരു മതത്തിനെ ഇകഴ്ത്താനോ അവഹേളിക്കാനോ വേണ്ടി ഉപയോഗിക്കരുതെന്നുള്ളതുകൊണ്ട് മൗനമായി ഇരിക്കുന്നു എന്നതിനപ്പുറം ഇവിടെ 1% കാണുന്ന തെറ്റുകൾ അപ്പുറത്ത് 99 ആണെന്ന് ഓർത്തോണം. ആ പറയിപ്പിക്കരുതെന്നാണ് വീണ്ടും റിക്വസ്റ്റ് ആണ്. അതൊരു റിക്വസ്റ്റ് ആണ്, പറയിപ്പിക്കരുത്. എന്തു വന്നാലും ഫേസ് ചെയ്യുന്ന ഒരു തലത്തിൽ നിൽക്കുന്ന മനുഷ്യർ ഇപ്പുറത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അറ്റം പോയാൽ തലവെട്ടും എന്നതിനപ്പുറം നിങ്ങളെ കൊണ്ടൊരു പിണ്ണാക്ക് പൊക്കത്തില്ല. പിന്നെ രാജ്യത്തെ നിഷേധിക്കുകയും രാജ്യത്തെ പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സമരം പറഞ്ഞുതരാം. കർഷക സമരം എന്ത് നടന്നു? പാതയിൽ മുള്ളുകുത്തി വെച്ചു പ്രധാനമന്ത്രി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അച്ചസട ഉറക്കെ അവർ പ്രഖ്യാപിച്ചു. കൊറോണ ഒന്ന് മാത്രം വന്നതുകൊണ്ട് മാത്രം സ്കോർ ചെയ്താണ്. നിങ്ങൾ കൊണ്ടുവരുന്ന എന്ത് നിയമവും ഖണ്ഡിക്കാൻ കഴിവുള്ളവർ ഇപ്പുറത്തുണ്ട്. നിങ്ങൾ ഇനി ഇപ്പൊ എന്ത് വാഴത്തോട്ടം കൊണ്ടുവന്നാലും അതിനെതിരെ നിൽക്കാനും നിലകൊള്ളാനും ശക്തരായ മനുഷ്യർ ഇപ്പുറത്തുണ്ട്. അവർക്ക് ബോധം കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ആളുള്ളിടത്ത് തിരിച്ച് ഞങ്ങൾക്ക് നേടാൻ അറിയാം. എക്കാലവും അവിടെ കയറി കുത്തിയിരിക്കാന്നുള്ള സ്വപ്നത്തിലാണ് നിങ്ങൾ കയറി കുത്തിയിരിക്കുന്നതെങ്കിൽ പോലും, വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നിങ്ങൾക്കത് കിട്ടിയതെങ്കിൽ പോലും, നിങ്ങൾ എത്രത്തോളം പ്രശ്നക്കാരാണെന്ന് നിങ്ങളുടെ ഓരോ അണികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു വൃത്തികേടാണ് ഇവറ്റകൾ ഈ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സ്വന്തം പൗരനെ സ്വന്തം പൗരനല്ല എന്ന് പറയുകയും ആ പൗരനെ കൊല്ലാനും തല്ലാനുമായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് എന്തുതരം മതവാദവും എന്തുതരം രാഷ്ട്രവാദവുമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇല്ലീഗൽ എമിഗ്രന്റ് ആണോ നമ്മളൊക്കെ? ആണോ? 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നന്ദികേടിന്റെ തുടക്കമായി. സംഘടിക്കുവിൻ, ശക്തരാകുവിൻ. അതേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. നമ്മളിൽ നിന്ന് പോയവരെ ആക്രമിക്കാതിരിക്കുക. നമ്മളിൽ നിന്ന് പോയവർക്ക് ചെറിയ രീതിയിലുള്ള ബ്രെയിൻ വാഷുകളുണ്ട്. അതിന്റെ ആഫ്റ്റർ ഇതാണ് അവർ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്താൽ മാത്രം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളിൽ നിന്ന് പോയവരെ പോലും അവരുടേതായി കണക്കാക്കപ്പെടുന്നില്ല. പോയവർ വിഡ്ഢികളാണെന്നുള്ളതിന്റെ തെളിവാണ് ജസ്ലാം ആടശ്ശേരിക്ക് നേർപ്പെട്ട ഈ അവഹേളനം. എല്ലാം കളഞ്ഞിറങ്ങി പോയവർക്ക് കിട്ടിയതാണ്. യുക്തിവാദത്തിൽ അവളെ കേട്ടില്ല. കാരണം യുക്തിവാദമൊന്നും അവിടെ ഉള്ളിലില്ല എന്ന് അവളുടെ സംസാരം കേട്ടാൽ അറിയാം. അപ്പോൾ പോയവരെ കൂടുതൽ ആക്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളെ ആക്രമിക്കുന്നത് ഇസ്ലാം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. എനിക്കിത് എൻ്റെ സഹോദരങ്ങളോടാണ് പറയാനുള്ളത്. ഒരു കമന്റ് പോലും പോയിടരുത്. തെറ്റായ ഒരു കമന്റ് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് അവൾക്ക് ഉണ്ടാകരുത്. അവൾക്കത് മനസ്സിലാകണം. അവളെ അത് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ പിണക്കങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാറാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി അവളുടെ ഇഷ്ടം. അവഹേളിക്കുന്നത് അവളുടെ ഉമ്മായും വാപ്പായും കൂടെയാണ്. അവളുടെ മതത്തിനെ അവൾ അവഹേളിക്കുമ്പോൾ അവൾ അവഹേളിക്കുന്നത് അവളുടെ ഉമ്മായും വാപ്പായും കൂടെയാണെന്നുള്ള ബോധം അവൾക്കുണ്ട്. അതിൽ നിന്ന് മാറി വരാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കുക. മതമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അവൾ ഇഷ്ടംപോലെ ജീവിച്ചിട്ട് നമ്മൾ എന്തിനാണ് തർക്കിക്കാൻ പോകുന്നത്? സോ ലെറ്റ് ഹർ ബി. ഏതായാലും ഇതിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ടത് ജസ്ലയാണ്. എനിക്ക് എൻ്റെ വിഭാഗത്തിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത്. ഇതൊക്കെ തന്നെ വേദങ്ങളെ ഉപനിഷത്തുകളെ എടുത്തു വെച്ച് പറഞ്ഞതാണ്. ഋഗ്വേദത്തിലുള്ള കാര്യമാണ് വിനോദ് സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഴുക്കെ ശിവപുരാണത്തിനെ ഉദ്ധരിച്ചിട്ടാണ്. അതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നീ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വരരുത്. ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്, പറയാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ്. ലൈക്ക് നിർബന്ധമാണ്, നിങ്ങളുടെ കമൻസും. കാരണം ഞാനിപ്പോൾ ഇത് ഇട്ടാൽ തന്നെ എനിക്കറിയാം ഉടനെ വരും യമകണ്ഠ റിപ്പോർട്ട്സ്. അപ്പോൾ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഒരു കമൻറ്റ്, ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിലും അതവിടെ ലീവ് ചെയ്തിട്ട് പോവുക. താങ്ക് യു സോ മച്ച്.